1997 ഡിസംബർ 4-ന് യവുപ്രാസമ്മയുടെ മധ്യസ്ഥത്തിൽ അത്ഭുതകരമായി TP തോമസിന്റെ ബോൺ ക്യാൻസർ രോഗം സുഖപ്പെട്ടു. ഞാൻ എന്നിട്ട് അങ്ങനെ അവിടുന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഈ ഡിസംബർ 1 തന്നെ അത് ഓപ്പറേഷൻ ചെയ്യാം, അതുകൊണ്ട് അതിനൊരുങ്ങിയിട്ട് ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. ഒരുപാട് സമയം സ്കാനിൽ ഇങ്ങനെ അടിച്ച് നോക്കിക്കൊണ്ടിരുന്നിട്ട് അവസാനം കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് സ്കാനിൻ്റെ അടുത്തുനിന്ന് മറ്റേ റൂമിൽ നിന്ന് സ്കാനിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇതാ എനിക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ അവിടുന്ന് പോയിട്ട് വല്ലതും ചെയ്താ എന്ന് ചോദിച്ചു. ഇല്ല, ഡോക്ടർ പറഞ്ഞു ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇവിടുന്ന് വിട്ടു. ഇങ്ങനെയാണ് ഡോക്ടർ കണ്ട് ഓപ്പറേഷൻ്റെ മുപ്പാടായിട്ട് പ്രസിമ ചേട്ടനെ അതിന് ഫലം കാണിച്ചു കൊടുക്കണം, ഓപ്പറേഷൻ വരുത്തരുത്. 5th ഡിസംബറിന് വേണ്ടി ഒരു സർജറി പ്ലാൻ ചെയ്തു. പേഷ്യൻറ്റിൻ്റെ വീണ്ടും ഒരു സ്കാൻ എടുത്ത് നോക്കുമ്പോൾ പഴയ ലീഷൻ എനിക്ക് കാണാൻ തന്നെ ഇല്ലായിരുന്നു. ഇറ്റ് വാസ് എ സർപ്രൈസ് ടു മീ. അതിനകത്ത് ഒരു അടയാളം ക്യാൻസറിൻ്റെ കാണുന്നില്ലായിരുന്നു. ദർ സയൻസ് ഹാസ് ആൻസേഴ്സ്, ബട്ട് ദിസ് ഡിസീസ് ക്യൂർ had no answer of our knowledge. So I believe that this is nothing but miracle. കുട്ടിയുടെ വായിൽ നിന്നും ചെവിട്ടിൽ നിന്ന് രക്തം വരുന്നത് കണ്ടപ്പോൾ അപ്പച്ചൻ ഓളിയിട്ട് കരയുകയും ആ കരച്ചിലിനിടയിൽ ഈ കുട്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് എന്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ നേരത്ത്. ആ കുട്ടി അതോടൊപ്പം തന്നെ യവുപ്രാസമ്മയുടെ നൊവേന ചൊല്ലുകയായിരുന്നു. മോനെയും കൊണ്ട് 9 ദിവസം നൊവേനയിൽ പങ്കെടുക്കുകയും 9 ദിവസം മോനെ കൊണ്ട് തന്നെ പ്രാർത്ഥിപ്പിക്കുകയും ഞാനും അമ്മയും എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ഫലമായി 9 ദിവസം ആകുമ്പോഴേക്കും മുഴയെല്ലാം മാറി കിട്ടുകയും ചെയ്തു.